കേണൽ സോഫിയ ഖുറൈഷിക്ക് പിന്നാലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെതിരെയും അധിക്ഷേപ പരാമർശമുണ്ടായി. വ്യോമിക സിംഗിനെ BJP വെറുതെ വിട്ടത് രജപുത് വിഭാഗമായതുകൊണ്ടാണെന്ന് പരാമർശം. മുതിർന്ന സമാജ്വാദി പാർട്ടി നേതാവ് രാംഗോപാൽ യാദവിന്റേതാണ് ഈ പ്രസ്താവന ഉണ്ടായത്. അജീഷ് ജയകുമാറാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, ഇപ്പോൾ വീണ്ടും അടുത്ത വിവാദ പരാമർശം എത്തിയിരിക്കുന്നു. ഇതിപ്പോൾ വ്യോമിക സിംഗിനെതിരെയാണ്. BJP വെറുതെ വിട്ടത് രജപുത് വിഭാഗമായതുകൊണ്ടെന്നുള്ള പരാമർശം എത്തുന്നു. കൂടുതൽ വിവരങ്ങൾ പറയും. ഇത് ആദ്യം സോഫിയ ഖുറേഷി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ച മറ്റൊരു വനിതാ സൈനിക ഉദ്യോഗസ്ഥ കൂടി അധിക്ഷേപിച്ചിരിക്കുകയാണ്. ഇത്തവണ അത് SP നേതാവ് രാംഗോപാൽ യാദവ്, അദ്ദേഹം രാജ്യസഭാ MP കൂടിയാണ്. അദ്ദേഹം മൊറാദാബാദിൽ നടത്തിയ ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: BJP മന്ത്രി, അത് മധ്യപ്രദേശിലെ BJP മന്ത്രി സോഫിയ ഖുറേഷി അധിക്ഷേപിച്ച സംഭവം ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അവരങ്ങനെ ചെയ്തത് അവർ ഖുറേഷി മുസ്ലിമാണ് എന്നറിഞ്ഞതുകൊണ്ടാണ്. മറ്റു രണ്ടു പേർ, അതായത് ഈ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, ഒപ്പം തന്നെ എയർ ചീഫ് മാർഷൽ ഈ പത്രസമ്മേളനമൊക്കെ നടത്തിയ AK ഭാരതി, ഇവരുടെ ജാതിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്, അവർ രജപുതാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് അവരെ വിമർശിക്കാത്തതെന്നായിരുന്നു ഈ രാംഗോപാൽ യാദവിന്റെ വിമർശനം വന്നത്. എന്തായാലും ഈ വ്യോമിക സിംഗ് ഹരിയാനയിൽ നിന്നുള്ള ജാദവ് വിഭാഗക്കാരിയാണ്, ഭാരതി പൂർണിയിൽ നിന്നുള്ള യാദവ് വിഭാഗക്കാരനാണ്. എന്തായാലും ഇവരൊക്കെ മറ്റു ജാതിയിൽപ്പെട്ടവരാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വിമർശനം നടത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെതിരെ വലിയ വിമർശനവും ഇപ്പോൾ വന്നിട്ടുണ്ട്. SP നേതാവിന്റെ പ്രസ്താവനയിൽ BJP തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. UP മുഖ്യമന്ത്രി ആദിത്യനാഥും ഒപ്പം തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയും BSP അധ്യക്ഷ മായാവതിയും ഇവരുടെ ഈ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സൈനികരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭജിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് മറ്റു പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറയുന്നത്. ശരി, വിംഗ് കമാൻഡ് വ്യോമിക സിംഗിനെതിരെ ഇത്തവണ അധിക്ഷേപ പരാമർശം ഉയർന്നിരിക്കുന്നു. അധിക്ഷേപ പരാമർശം ഉയർത്തിയതാണെങ്കിൽ മുതിർന്ന സമാജ്വാദി പാർട്ടി നേതാവ് തന്നെ രാംഗോപാൽ യാദവാണ് ഈ വിവാദ പരാമർശം ഇറക്കിയത്. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.